നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല് വരാഹി അമ്മനിക്ക് മുന്നേ ചെയ്യേണ്ട മിക മുഖ്യமான ഒരു വഴിപാട്. നമ്മുടെ ചാനലില് പല പതിവുകൾ തരുന്നുണ്ട്. ഇത് കാണുന്നവർക്ക് ഡൗട്ട് വരാം, നിങ്ങളിങ്ങനെ ഒത്തിരി പതിവുകൾ തരുന്നു, ഞങ്ങൾ ഏത് ചെയ്യണം, എന്തെല്ലാം വഴിപാടുകൾ ചെയ്യണം, ഒത്തിരി പറയുന്നു, ഞങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂസ് ആകുന്നു എന്നൊക്കെ കരുതുന്നവർ ഉണ്ടാകാം. ചില പതിവുകൾ നിങ്ങൾ കാണുമ്പോൾ ഇത് നമ്മൾ ചെയ്തു നോക്കാമേ, നല്ല ബലം കിട്ടും എന്ന ഒരു ഉത്കണ്ഠ നിങ്ങൾക്കുള്ളിൽ ഇരിക്കും. അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ ധാരാളമായിട്ട് ചെയ്യാവുന്നതാണ്. ഇന്നും ചില പേർക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിന് മാത്രമേ അവർ വഴിപാട് ചെയ്യത്തുള്ളൂ. ചിലർ മുരുകർക്ക്, ഒരു ചിലർ വന്നിട്ട് ശിവനുക്ക്, പെരുമാൾക്ക്, വരാഹിയമ്മനുക്ക്, അങ്ങനെ. സോ അതാത് ദൈവങ്ങൾക്ക് അതാത് നാളിൽ ചെയ്യുന്നത് ഒത്തിരി ബലം നമുക്ക് കൊണ്ടത്തരും. മീൻസ് അതാത് തിഥിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതിലെ മിക എളിയ വിഷയം എന്താച്ചാല്, നിങ്ങള് ഒത്തിരി കഷ്ടപ്പെടുന്ന സിറ്റുവേഷനിൽ കോവിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന ദൈവത്തിനെ ദർശനം ചെയ്യണമെന്നോ പ്രാർത്ഥിച്ചു വരണമെന്നോ അങ്ങനെയുള്ള മെന്റാലിറ്റി ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നില്ല. അങ്ങനെയുള്ളവരൊക്കെ ഓരോ നാളും വരുന്ന തിഥി കണക്കാക്കി നിങ്ങൾ വഴിപാട് ചെയ്തോളുക. അത് വീട്ടിൽ ചെയ്യുന്നതും ഒത്തിരി നല്ലത്. ശരിയാ? അതിന് കയ്യിൽമേൽ ബലം കിട്ടും എന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് വേണ്ടുതൽ വയ്ക്കുമോ അത് വന്ന് നിറവേറും. നമ്മുടെ ചാനലിലെ പൊരുത്തവരേക്കും വഴിപാട് ചെയ്യുന്നതിന് വീട്ടിലിരിക്കുന്ന പൊരുൾ തന്നെയാണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അതുവേ ധാരാളം. വെളിയിൽ വാങ്ങേണ്ടി വന്നാൽ അതും ഒരു 50 രൂപയ്ക്കകത്തുള്ള ചിലവേ വരുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഏത് പറ്റുന്നോ അത് വന്ന് നിങ്ങൾ ചെയ്തോളുക. എന്ത് നിങ്ങൾ ചെയ്താലും എല്ലാത്തിനും വേണ്ടിയത് എന്താച്ചാല് നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം അത് മാത്രമാണ്. വിശ്വാസം എത്രയ്ക്ക് കൂടുതലുണ്ടോ ആ ഇടത്തില് തീർച്ചയായും വിജയം എന്നത് അധികമായിട്ട് വന്നു ചേരും. ഇപ്പോൾ ഞാൻ ഈ പകർന്നു തരുന്ന വഴിപാട് നിങ്ങൾ വന്നിട്ട് രാത്രി 7:30 മണിക്ക് മേലെ 11:50 ചെയ്തോളുക. നിങ്ങൾക്ക് ചെയ്യണമെന്നിരുന്നാൽ നല്ല ഉറച്ച വിശ്വാസത്തോടെ ഇത് നിങ്ങൾ ചെയ്തോളുക. ഒരു 1% നിങ്ങൾക്ക് സംശയം, അതായത് ഇതൊക്കെ എന്തിന് ഞാൻ ചെയ്ത് എൻ്റെ ടൈം വേസ്റ്റ് ആക്കണം, ഇത് ചെയ്താൽ എനിക്ക് ബലം എന്തെങ്കിലും കിട്ടുമോ, അങ്ങനെ ഒരു സന്ദേഹം നിങ്ങൾക്ക് വന്നാൽ ദയവ് ചെയ്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്തോളുക. ഒന്നും വന്നിട്ട് നിങ്ങളോട് ആരും കമ്പൽസറി ചെയ്യണമെന്നോ കമ്പൽഷൻ ചെയ്ത് അങ്ങനെ ചെയ്ത് തന്നെ ആവണമെന്നോ അങ്ങനെ ഒന്നൊന്നുമില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്തോളുക. ഇപ്പോ ഞാൻ വന്നിട്ട് നിങ്ങൾക്കൊരു മന്ത്രം ചൊല്ലിത്തരാം. ഇത് വരാഹിയമ്മനോട് മിക ശക്തിയാർന്ന ഒരു മന്ത്രം. ഒരു നോട്ട് എടുത്ത് അതിൽ നോട്ട് ചെയ്ത് വെച്ചോളുക. മന്ത്രം ഇതാണ്: ഓം വം വരാഹി നമോ നമഃ. ഓം വം വരാഹി നമോ നമഃ. ഓം വം വരാഹി നമോ നമഃ. ഇത് വന്നിട്ട് ഒരു ഒറ്റവരി മന്ത്രം. ഇത് വന്ന് ഭയങ്കര ശക്തിയാർന്നത്. നമ്മുടെ ചാനലിൽ പല പതിവിലും വരാഹി മന്ത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിവിടെ എല്ലാം ഭയങ്കര ശക്തിയാർന്ന ഒരു മന്ത്രം. കൂടാതെ പല ഫലങ്ങള് ഒരേ ടൈമിൽ തരാൻ ശക്തിയുള്ള മന്ത്രമാണിത്. ഡെയിലി, അതായത് നിങ്ങൾ ശുദ്ധബദ്ധമായിരിക്കും പക്ഷത്തില് ആ ടൈമിൽ മാത്രമേ ഇത് ചൊല്ലാൻ പാടുള്ളൂ. ഇപ്പോൾ പീരീഡ്സ് ടൈമിലൊന്നോ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചോ അങ്ങനെ ഒന്നും നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. ശുദ്ധമായ ടൈമിൽ നിങ്ങൾ ഒരു വലിയ പ്രശ്നം അതിൽ നിങ്ങൾ മാറ്റിയിരിക്കുന്നു, അത് നിങ്ങൾക്ക് തീരണം എന്ന പക്ഷത്തില് ഒരേ ഒരു മൺവിളക്ക്
അതിൽ നെയ്യ് ഊത്തിയോ ഇല്ലെങ്കിൽ നിങ്ങൾ വിളക്കെണ്ണ ഊത്തിയോ ദീപം കത്തിക്കാൻ യൂസ് ചെയ്യുന്ന ഓയിലുണ്ടല്ലോ അത് ഒഴിച്ച് നിങ്ങൾ ദീപം വച്ചതിന് ശേഷം അത് കിഴക്ക് ഫേസ് ആയിട്ടോ ഇല്ലെങ്കിൽ വടക്ക് ഫേസ് ആയിട്ടോ നിങ്ങൾ വെച്ചോളുക. ഇപ്പോൾ പൂജാറയിലാണെങ്കിൽ ആസ് യൂഷ്വൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ദീപം വയ്ക്കുക, വിളക്ക് വെച്ചിട്ട് ഈ മന്ത്രത്തെ നിങ്ങൾ 108 മുറ ചൊല്ലണം. എത്രയെന്ന് ചോദിച്ചാൽ 108 തവണ. കറക്റ്റായിട്ട് 108 തവണ തന്നെ ചൊല്ലണം. ഇപ്പൊ ജപമാല ഇരുന്നാൽ നിങ്ങൾ അത് കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്തോളുക. അതില്ലാച്ചാൽ ഇപ്പൊ കടലയോ കപ്പലണ്ടിയോ പയറോ നിങ്ങൾക്ക് ഏത് കിട്ടുന്നുവോ അത് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് നോക്കി ചെയ്തോളുക. ഒന്നും തെറ്റില്ല. ശരിയാ? ഈ ഒരു മന്ത്രം മീൻസ് ഓം വം വരാഹി നമോ നമഃ. ഈ മന്ത്രം 108 തവണ ഉച്ചരിച്ചിട്ട് വന്നാല് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു തീർപ്പ്, ഒരു മുടിവ് വന്നു ചേരും. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് അതിന് കിട്ടും. മാത്രമല്ല, നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റേഷൻ നോട്ടെല്ലാം വച്ചിരിക്കുമല്ലേ? നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർ ഒട്ടുമുക്കാൽ പേരും വെച്ചിരിക്കുന്നുണ്ട്. ആ ബുക്കിൽ ഇല്ലെങ്കിൽ ഒരു പുതിയ നോട്ടോ എന്തെങ്കിലും വാങ്ങിയിട്ട് ഈ മന്ത്രം വന്നിട്ട് 108 തവണ എഴുതുന്നതും ഒത്തിരി ശക്തിയാർന്നത്. ഇതൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് അത് വന്നിട്ട് നല്ല ബലത്തെ കൊടുക്കും. ഇനി വേറൊന്ന് പറയട്ടെ, നിങ്ങൾ ഈ മന്ത്രം ഉച്ചരിക്കുമ്പോൾ അന്നത്തെ ദിവസം എന്നല്ല, അത് ചെയ്യുന്ന ടൈമിന് നിങ്ങൾ ചുവപ്പ് നിറത്തിലോ അല്ലെങ്കിൽ നല്ല കടുത്ത നീല, കറുപ്പ് നീല ഉണ്ടല്ലോ, ആ കളറിലോ ഉള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ ധരിച്ചോളുക. അത് ഒത്തിരി പവർഫുൾ ആയിട്ട് വേല ചെയ്യും. ശരിയാ? പിന്നെ വീട്ടിലെ അമ്മനോടെ ഫോട്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് പ്രശ്നവും ഇല്ല. അമ്മനെ മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു മൺവിളക്ക് കത്തിച്ചു വെച്ച് നിങ്ങളിത് ചെയ്തോളുക. ആൺ പെൺ വ്യത്യാസം അങ്ങനെ ഒന്നുമില്ല. ആർക്ക് വേണേലും ഡെയിലിയും ഇത് ചെയ്യാവുന്നതാണ്. ഒരു പ്രോബ്ലവും ഇല്ല. ഓം വം വരാഹി നമോ നമഃ എന്നുവെച്ചാല് ഓം എന്നത് പ്രണവമന്ത്രം, വം എന്നത് വരാഹി അമ്മനോട് ബീജമന്ത്രം, വരാഹി എന്നത് പന്നിമുഖത്തോടു കൂടിയ പെൺദൈവം, സപ്തമാതാക്കളിൽ ഒരാൾ, അതാണ് അർത്ഥം. നമോ നമഃ മീൻസ് നമസ്കാരം ചെയ്യുന്നു, നിങ്ങളെ ഞാൻ വണങ്ങുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? ഇനി ഇപ്പോൾ ഇത് ഞാൻ ഒരു മെത്തേഡാണ് പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് ഒന്നുകൂടെ ചെയ്യാനുണ്ട്. ഈ രാത്രി 8 മണിക്കും 11:50 ഇടയ്ക്കാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുല്ലോ. ഇനി അടുത്ത് ചെയ്യേണ്ട ഒരു എളിയ വഴിപാട് എന്താണെന്ന് നോക്കിയാൽ, നിങ്ങൾ വന്നിട്ട് 5 വൈറ്റ് കളർ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തോളുക. ശരിയാ? ഞാൻ എടുത്തതുപോലെ നിങ്ങൾ എടുത്തോളുക. അതിൽ ഏത് കളർ പെന്ന് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ വന്നിട്ട് റെഡ് കളർ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് നിങ്ങൾ ഇതിനകത്തോട്ട് ഓം വം വരാഹി നമോ നമഃ എന്ന് ഇപ്പോൾ നമ്മൾ കണ്ടില്ലയോ, ആ മന്ത്രം വന്നിട്ട് നിങ്ങൾ ഓരോ പേപ്പറിലും ഓരോ ലൈനായിട്ട് എഴുതിക്കൊള്ളുക. ഇതിന് വന്നിട്ട് നിങ്ങൾക്ക് വളർപ്പിറയിലും ചെയ്യാം, തേയ്പിറയിലും ചെയ്യാം, ഏത് സമയത്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് തന്നെ ചെയ്യണം എന്ന് ഒന്നില്ല. അത് വളർപ്പിറയോ തേയ്പിറയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്തോളുക. ഈ ഓൺലൈൻ മന്ത്രത്തിന് അത്രയ്ക്കും ഭയങ്കരമായ ഒരു ശക്തി ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തെല്ലാം ചേരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നമുക്കിട്ട് കൊണ്ടുവന്ന് ചേർക്കും. നമുക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുത്തരും ഈ മഹാമന്ത്രം. അതുപോലെ തന്നെ നമ്മടത്ത് നിന്ന് എന്തെല്ലാം പോകണം എന്ന് നമ്മൾ കരുതുന്നുവോ, അത് എന്തെങ്കിലും ഒരു പ്രശ്നമായിരുന്നാലും ശരി, തനിപ്പെട്ട ഒരാളുമായിട്ട് നമുക്ക് ഒരു ചില പ്രശ്നങ്ങളുണ്ട്, അവർ നമ്മുടെ ലൈഫിൽ ഇരിക്കണോ വേണ്ടിയോ എന്നത് വരാഹിയമ്മന് അമ്മ തീരുമാനിച്ചിട്ട് പ്രശ്നക്കാരെ നമ്മുടെ ജീവിതത്തിലിരുന്നേ അമ്മ മാറ്റിത്തരും. പിന്നെ നമുക്ക് അറിയാത്തവരാണെങ്കിൽ അമ്മ അടയാളം കാണിച്ചു തന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് റിമൂവ് ചെയ്തു തരും. അത്രയ്ക്കും ശക്തി ഈ ഒരു ലൈൻ മന്ത്രത്തിന് ഇരിക്കുന്നുണ്ട്. ഏതിൽ ജയം വേണം, എന്ത് തടസ്സാണ് നിങ്ങൾക്ക് നീക്കേണ്ടിയത്? ഇപ്പോൾ ആരോഗ്യ പ്രശ്നം ഇരിക്കുന്നോ, ആരോഗ്യം വേണമോ, കടപ്രശ്നം തീരണമോ, എല്ലാത്തിനും ഈ 1 ലൈൻ മന്ത്രം മാത്രം മതി. സോ ഇത് മാത്രം നിങ്ങൾ എഴുതിക്കൊള്ളുക.
ഇത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ ശുദ്ധബദ്ധമായിട്ട് തന്നെ ഇരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ രാവിലെ കുളിച്ചിട്ട് നിങ്ങൾ രാത്രി ചെയ്യുന്നവരാണെങ്കിൽ കൂടെയും ഇത് ചെയ്യുന്നതിന് മുന്നേ കൈകാലുകളെല്ലാം കഴുകി ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ പൂജാറയിലേക്ക് പോകാനായിട്ട്. പൂജാറയിൽ പോയിട്ട് ഒരേ ഒരു അകൽവിളക്ക് ദീപം വച്ചിട്ട് നിങ്ങളിത് ചെയ്തോളുക. ഇപ്പോൾ പൂജാറയിൽ ചെയ്യാത്തവരാണെങ്കിൽ മാറിയിരുന്ന് ആരും ഡിസ്റ്റർബ് ചെയ്യാത്തൊരിടത്തിരുന്ന് ചെയ്തോളുക. അമ്മനോടെ പടം ഒന്നും വേണമെന്നില്ല. അമ്മനെയും മനസ്സിൽ നിങ്ങൾ നന്നായിട്ട് കരുതി വേണ്ടിയിട്ട് ചെയ്തോളുക. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഏർപ്പെടുന്ന എത്ര കഷ്ടപ്പാടിനും കൈമേൽ ബലം തരുന്ന മഹാശക്തിയാണ് വരാഹിയമ്മൻ. മറ്റൊരുവര് കാലഭൈരവര്, ഇന്നൊരുവര് പ്രത്യങ്കരാദേവി. അത്രയ്ക്കും വലിയ പ്രശ്നത്തിൽ നിന്നും വിടുതൽ തരാൻ ശക്തിയുള്ളവര് അവരാണ് ഈ 3 ദൈവങ്ങൾ. സോ അതിനാൽ നിങ്ങൾ ധാരാളമായി ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇന്ന് ഈ പതിവ് മിസ് ചെയ്തു, വേറെ ഒരു ദിവസമാണ് നിങ്ങൾ ഈ പതിവ് കാണുന്നതിൽ എപ്പോൾ ആരംഭിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശുദ്ധബദ്ധമായി ഇരിക്കുന്നെങ്കിൽ അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. അതല്ല പഞ്ചമതിഥി അടുത്ത് വരുന്നുണ്ടെങ്കിൽ പഞ്ചമതിഥിയിൽ സ്റ്റാർട്ട് ചെയ്തോളുക. ഒന്നും പ്രശ്നമില്ല, ശരിയാ? ഇപ്പോൾ നമ്മൾ ഇത് 5 പേപ്പറിൽ എഴുതിയല്ലോ. എന്നതിന് ശേഷം ഇത് നമ്മൾ പൂ കെട്ടുന്നത് മാതിരി നിങ്ങൾ ഈ പേപ്പർ മടിച്ചിട്ട് എന്നുവെച്ചാൽ പൂ കെട്ടൂലേ നമ്മൾ, അതുപോലെ കെട്ടണം. അതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ശ്രീരാമജയം എങ്ങനെ നിങ്ങൾ എഴുതി നൂലിൽ കെട്ടി മാല ആക്കുന്നു, അതുപോലെ തന്നെ ഇത് പൂ കെട്ടുന്ന പോലെ കെട്ടണം. ഇത് വന്നിട്ട് ഇപ്പം നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന് ചെയ്തിട്ട് പിന്നെ ഇനി നിങ്ങൾക്ക് അടുത്ത പഞ്ചമിയിൽ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അന്ന് ചെയ്തോളുക. 5 തവണ എഴുതി അത് മടിച്ച് നിങ്ങൾ പൂ കെട്ടുന്നത് പോലെ കെട്ടിവെക്കുക. ദെൻ അടുത്ത പഞ്ചമിക്ക് വരുന്ന തൊട്ടടുത്ത് എന്ന് വരുന്നോ ആ പഞ്ചമിക്ക് നിങ്ങൾ ഇത് ചെയ്തോളുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പഞ്ചമിക്ക് അങ്ങനെ നിങ്ങൾ ചെയ്തോളുക. ഓരോ തവണ നിങ്ങൾ ഓരോ നൂലിൽ ഇങ്ങനെ എഴുതി പേപ്പറിൽ വെച്ച് കെട്ടിക്കൊള്ളുക. ഏത് പ്രശ്നം വേണേലും നിങ്ങൾക്ക് മനസ്സിൽ കരുതാവുന്നതാണ്. ഏത് പ്രോബ്ലം എന്നെ വിട്ട് പോകണം, ഏത് വേണേലും കരുതി വേണ്ടിയിട്ട് എഴുതേണ്ട മന്ത്രമാണിത്. സോ പൂ കെട്ടുന്ന മാതിരി കെട്ടിയിട്ട് വരിക. നിങ്ങൾ വച്ച പ്രശ്നം, അതായത് കുറിപ്പിട്ട വേണ്ടുതൽ നിറവേറിയാലേ നിങ്ങൾ വന്നിട്ട് ഇത് നിർത്താവൂ. എന്നതിന് ശേഷം നിങ്ങൾ ഈ മാല നമ്മൾ കെട്ടിയ 3 തവണ കെട്ടിയില്ലേ, ഈ മാല 3ഉം കൂടെ ചേർത്ത് കെട്ടിയിട്ട് ഇതൊരു ഒറ്റ മാലയാക്കി അടുത്തുള്ള അമ്മൻ കോവിലോ അതല്ല വരാഹിയമ്മനോടെ കോവിൽ അടുത്തുണ്ടെങ്കിൽ അടുത്തോ കൊണ്ടുവന്ന് അവിടെ കൊടുക്കാവുന്നതാണ്. ശരിയാ? മനസ്സിലായല്ലോ? സോ ഇപ്പോൾ നമ്മൾ 5 പേപ്പർ പൂ കെട്ടുന്നത് പോലെ കെട്ടിയായിരുന്നു. ഇത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾ അടുത്ത പഞ്ചമിക്ക് ഇതുപോലെ 5 എണ്ണം ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ നടുവിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടന്ന് കിട്ടുകയാണെങ്കിൽ തുടർന്ന് ചെയ്യണമെന്നില്ല. അപ്പോവേ പോയി നിങ്ങൾ കോവിലിൽ ഇത് കൊടുത്തോളുക. ഇത് മാത്രമാണ് ചെയ്യേണ്ടത്. ശരിയാ? ഇതാണ് വഴിപാട്. ഒത്തിരി എളിമയാർന്ന വഴിപാട്. വിശ്വാസം ഉള്ളവർ ചെയ്യുക. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. ഒന്നും പ്രോബ്ലം ഇല്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അത്രയ്ക്കും ബലപ്പെട്ടതാണല്ലോ. ഓരോരുത്തരെ എടുത്ത് നോക്കിയാൽ അവർക്ക് അത്രയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. സോ വരാഹിയമ്മനോട് അരുളില് നിങ്ങൾ എന്ത് ചോദിച്ചാലും നടക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. ഇന്നത്തെ പതിവ് പിടിച്ചിരിക്കുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാൽ കമൻറ്റിൽ ചോദിച്ചോളുക. പതിവ് പിടിച്ചിരുന്നാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പതിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്സിലേക്കും ഒന്ന് കൊടുക്കാനും മറക്കരുതേ. ഒരു ചില അറിവുകൾ മറ്റുള്ളവരും അറിയുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.